അറബിക് കല്യാണം. രചന നവാസ് ആമണ്ടൂർ. ശബ്ദം സുബൈർ വിബ്ജിയോർ. പാത്തു, നിന്റെ ഉമ്മച്ചിനെ കാണാൻ എന്ത് ഭംഗിയാ. കൂട്ടുകാരികളുടെ പറച്ചിൽ പാത്തുവിനും തോന്നിയിരുന്നു. ഉമ്മാടെ ഉമ്മാക്കും എനിക്കും കിട്ടാത്ത ഭംഗി എങ്ങനെയാ എൻ്റെ ഉമ്മച്ചിക്ക് മാത്രം കിട്ടിയതെന്ന്. പാവങ്ങൾക്ക് സൗന്ദര്യം പോലും അളന്നുകൊടുക്കുന്ന ദൈവം എന്നും പട്ടിണി പാവങ്ങളെ നേരെ കണ്ണു തിരിക്കും. പണക്കാരുടെ മൊഞ്ച പാത്തുവിൻ്റെ ഉമ്മച്ചിക്ക്. അത് നേരാ, ക്യാഷുള്ളവർക്ക് എങ്ങനെയാണാവോ ഭംഗിയുണ്ടാകുന്നത്. നിന്റെ ഉമ്മച്ചി പണക്കാരിയല്ലല്ലോ, എന്നിട്ട് എങ്ങനെയാ? എനിക്കറിയില്ല. പാത്തുവിന്റെ ചോദ്യത്തിന്റെ ഉത്തരം കിട്ടുക 10,000 രൂപയ്ക്ക് 10 സെന്റ് സ്ഥലം വാങ്ങിക്കാൻ കിട്ടുന്ന കാലത്താണ്. കച്ചവട ആവശ്യങ്ങൾക്കായി കേരളത്തിന്റെ തീരത്തെത്തിയിരുന്ന അറബികളും മറ്റു പല രാജ്യക്കാരും തീരദേശങ്ങളിലെ മലയാളി പെൺകുട്ടികളുമായി വിവാഹബന്ധങ്ങൾ ഉണ്ടാക്കിയിരുന്നുവെന്നത് ചരിത്രം. കുടിലുകൾ തിങ്ങി നിറഞ്ഞ, ഒരു നേരം പോലും ഭക്ഷണം കഴിക്കാനില്ലാത്തവരുടെ ഇടയിലേക്ക് പ്രായം തികഞ്ഞ പെൺകുട്ടികളെ കണ്ണുവച്ച് അറബിക്ക് നിക്കാഹ് ചെയ്തു കൊടുക്കാൻ വഷളൻ ചിരിയുമായി കറങ്ങിത്തിരിയുന്ന ദല്ലാളന്മാരിൽ ഒരാൾ അലിയുടെ കുടിലും എത്തി. അറബിയുടെ പൂതിയാണ് ദല്ലാളന്മാരുടെ ചോർ. സാധാരണ കല്യാണം നടത്തുന്നതിനേക്കാൾ ക്യാഷ് കിട്ടും. അതുകൊണ്ട് തന്നെ കഷ്ടപ്പാടുള്ള വീടുകളിലെ മുഞ്ചുള്ള കുട്ടികളെ അവർ കണ്ടെത്തും. സഫിയക്ക് 14 കഴിഞ്ഞില്ലേ, നല്ലൊരു അറബി എന്റെ കസ്റ്റഡിയിലുണ്ട്. അത് വേണ്ടക്ക. അതെന്താണ് വേണ്ടാത്തത്? ഈ ഓലപ്പുര പൊളിച്ച് ഇവിടെ നല്ലൊരു വീട് വെക്കണ്ടേ? നിനക്കും പോണ്ടേ അറബി നാട്ടിൽ? ക്യാഷുണ്ടാക്കി അവൾക്ക് താഴെയുള്ളവരെ കെട്ടിക്കണ്ടേ? സ്വന്തമായി എണ്ണപ്പാടമുള്ള അറബിയ ഇപ്പോൾ വന്നിട്ടുള്ളത്. എന്നാലും എവിടെയോ ഉള്ള ഒരു അറബിക്ക് എൻ്റെ പെങ്ങളെ, നിനക്കറിയുന്നതല്ലേ, തെക്കേതിലെ ആംസയുടെ മോളെ അറബി കെട്ടിയിട്ട് 1 കൊല്ലം കൊണ്ട് അവരുടെ ജീവിതം തന്നെ മാറിയില്ലേ. ഓളിപ്പോ അറബിയുടെ ഒപ്പം അങ്ങ് ദുബായില. വേണ്ടെന്ന് പറഞ്ഞു നിന്ന അലിയുടെ മനസ്സിനെ തള്ളി അയാൾ അറബിയുടെ അരികിലെത്തിച്ചു. അറബി താമസിക്കുന്ന ഹോട്ടലിൽ വെച്ച് ബ്രോക്കറുടെ ഒപ്പം അലിയും പോയി വാക്കുറപ്പിച്ചു. 10,000 ഉറുപ്പിക മഹറിന് സഫിയെ അറബി നിക്കാഹ് ചെയ്യും. പറമ്പിൽ കുട്ടികൾക്കൊപ്പം ഓടി നടന്ന് കളിക്കുന്ന സഫിയ അതൊന്നും അറിഞ്ഞതേയില്ല. അലി, അത് വേണോ? പിന്നെ ഞാൻ എന്താണ് ചെയ്യുക? അവൾക്ക് താഴെ 2 പെൺകുട്ടികൾ കൂടെയുണ്ട്. ഒരു നേരം പോലും വയർ നിറച്ച് തിന്നാൻ ഗതിയില്ലാത്തവർക്ക് പടച്ചവൻ തന്ന അനുഗ്രഹമാണ് ഈ നിക്കാഹ്. അവന്റെ മറുപടി കേട്ട് പള്ളിയിലെ ഉസ്താദ് മിണ്ടാതെ പോയി. ഗൾഫിൽ സ്വന്തമായി എണ്ണപ്പാടമുണ്ടത്രേ ഈ അറബിക്ക്. ഈ കുടിൽ പൊളിച്ച് നല്ലൊരു വീടുണ്ടാക്കും. മഴയിൽ ചോരാത്ത, മഞ്ഞിൽ തണുപ്പരിച്ചു കയറാത്ത നല്ലൊരു വീട്. ഒരാളെ ബലി കൊടുത്ത് അവൾക്ക് താഴെയുള്ളവരെ നല്ലതുപോലെ കെട്ടിക്കും. അലിയും കടൽ കടന്ന് അറബി നാട്ടിൽ പോയി അവിടെ നിന്ന് സമ്പാദിക്കും. ഒരു നിക്കാഹിന്റെ പിറകെ ഒരുപാട് സ്വപ്നങ്ങൾ. ഇല്ലായ്മയിൽ നിന്നും ജീവിതം, മാറ്റങ്ങളുടെ മണ്ണിൽ പറിച്ചു നടാനുള്ള വഴി. വെള്ളിയാഴ്ച രാത്രിയാണ് നിക്കാഹ്. സഫിയാക്ക് പുതിയ ഡ്രസ് വാങ്ങിക്കൊണ്ടുവന്നു. ഒപ്പം ഉടുത്തൊരുങ്ങാനുള്ളതെല്ലാം. മഹർ കൂടാതെ അതിനൊക്കെയുള്ള പണം അറബി വേറെ കൊടുത്തിട്ടുണ്ട്. വാസന സോപ്പിട്ട് കുളിച്ചു. സഫിയയുടെ ശരീരത്തെ മൈലാഞ്ചി മഞ്ചോടെ മണവാട്ടിയാക്കി ഒരുക്കി. അറബി ഒരു ടാക്സിക്കാറിൽ വന്നിറങ്ങി. വീടിന്റെ പുറത്ത് ഒരു ചെറിയ മേശയിട്ടു. 3 പേർ ആ മേശയുടെ അരികിലിരുന്നു. ഉസ്താദ് അറബിയുടെ കൈപിടിച്ച് അലിയുടെ കയ്യിൽ വെച്ചു. നിലവില്ലാത്ത മഴക്കോളുള്ള രാത്രി. തണുത്ത കാറ്റ് വീശുന്നുണ്ട്. മിന്നൽ പിണർ ഇടയ്ക്കിടെ മിന്നിമറഞ്ഞു. 10,000 ഉറുപ്പിക മഹറിന് ഓലപ്പുരയുടെ ഉള്ളിലിരിക്കുന്ന സഫിയ അറിയാതെ അറബിക്ക് അവളെ ഭാര്യയാക്കി, ഹലാലായ ഇണയാക്കി. മഹർ കൈമാറി. സഫിയയെ പുറത്തേക്ക് കൊണ്ടുവന്നു. നിലാവില്ലാത്ത രാത്രിയായിട്ടും മണ്ണെണ്ണ വിളക്കിന്റെ വെളിച്ചത്തിൽ പുതുപ്പെണ്ണ് തിളങ്ങി. എല്ലാവരും കൂടി അവളെ അറബി വന്ന കാറിന്റെ അരികിലേക്ക് കൊണ്ടുപോയി. സഫിയ, നിന്റെ നിക്കാഹ് കഴിഞ്ഞു. ആ അറബിയ നിന്റെ ഭർത്താവ്. അദ്ദേഹം നഗരത്തിലെ വലിയൊരു ഹോട്ടലിലാണ് താമസം. ഈ രാത്രി മുതൽ നീയും അവിടെയാണ്. സങ്കടമാണോ അവളുടെ കണ്ണുകളിൽ? ദാരിദ്ര്യമില്ലാത്ത പുതിയൊരു ലോകത്തിലേക്കാണ് സഫിയയുടെ മുന്നിൽ തുറന്നിട്ട വാതിൽ. ഇക്ക, ഇങ്ങനെയാണോ നിക്കാഹ്? ഇതാണോ നിക്കാഹ്? നിനക്ക് ഭാഗ്യമുണ്ട്. ഒരുപാട് സ്വത്തുള്ള ആളാണ് നിന്റെ ഭർത്താവ്. നീയും ഞാനും നമ്മുടെ വീടും രക്ഷപ്പെടും. ഇക്കാടെ മോള് ഇക്ക പറയുന്നത് കേൾക്ക്. അവൾ കാറിൽ കയറി. കാർ മുന്നോട്ടെടുത്തു. പെയ്യാൻ കാത്തുനിന്ന മഴ പെയ്തു. തുള്ളിക്കൊരുവിടം കണക്കെ കാറ്റിനൊപ്പം നൃത്തം ചെയ്ത് പെയ്ത മഴയിൽ സഫിയയുടെ ഓലപ്പുര ചോർന്നൊലിച്ചു.
അവളാണ് ഇങ്ങനെ മഴ പെയ്യുമ്പോൾ അനിയത്തി കുട്ടികളെ ചേർത്ത് പിടിച്ചുറക്കുക. ഇത്താത്ത ഇല്ലാത്തതുകൊണ്ട് അവർ ഉമ്മയുടെ അരികിൽ പറ്റിച്ചേർന്നു നിന്നു. ഇത്താത്ത എവിടെ പോയി? വരൂലേ ഇന്ന്? ഇത്താത്താക്ക് ഇനി മഴ കൊള്ളേണ്ട. ഈ ഇടങ്ങേറിൽ നിന്നും സഫിയ രക്ഷപ്പെട്ടു അല്ലേ ഉമ്മ? എല്ലാം മൗനത്തോടെ സമ്മതിച്ചപ്പോഴും ഉമ്മയുടെ മനസ്സിലെ നോവ് കണ്ടത് പടച്ചവനാണ്. വേറെ വഴിയില്ല, ഒരാളെങ്കിലും നല്ലോണം ജീവിക്കട്ടെ. ഇത്താത്തയെ കാത്തിരുന്ന് മഴ തോർന്നതും നേരം പുലർന്നതും അറിയാതെ അനിയത്തിമാർ ഉറങ്ങി. ആദ്യമായി കാണുന്ന ഒരാളുടെ ഒപ്പം മുറിയിൽ. അയാളുടെ ഭാഷയറിയില്ല. ഏതോ ഒരു നാട്ടുകാരൻ. അയാളുടെ മുഖത്ത് സ്നേഹമില്ല, തലോടലിൽ പ്രണയമില്ല. പകരം അയാളിൽ അടങ്ങാത്ത കാമം മാത്രം. 14 വയസ്സ് കഴിഞ്ഞ പെണ്ണിന്റെ മേനിയിൽ അറബിയുടെ കാമഭ്രാന്തിന്റെ നാളുകളിൽ അവൾ ക്ഷമയോടെ വേദനയും വിഷമവും സഹിച്ചത് കുടുംബം രക്ഷപ്പെടുമല്ലോ എന്നോർത്തിട്ടാണ്. 2 ആഴ്ച കഴിഞ്ഞ് വീണ്ടും ഒരു ടാക്സിക്കാർ അലിയുടെ വീട്ടിൽ വന്നു. ആ കാറിന്റെ ഡോർ തുറന്ന് സഫിയ ഇറങ്ങി. സഫിയ 15 ദിവസം കൊണ്ട് വലിയ പെണ്ണായ പോലെ. അവൾ ഇറങ്ങി ഓലപ്പുരയിലേക്ക് നടന്നു. അറബിയുടെ നാട്ടിലേക്ക് പോയിന്ന് സഫിയ അലിയോട് പറഞ്ഞു. പിന്നെയും മഴയും വെയിലും പലവട്ടം വന്നുപോയി. സഫിയ ഒരു പെൺകുട്ടിയെ പ്രസവിച്ചു. വാപ്പയില്ലാത്ത മകളെന്ന് ആരും പറയില്ലെങ്കിലും അവൾ വാപ്പയില്ലാതെ വളർന്നു. ഇനി അറബി വരുമെന്ന് അലിക്കും പ്രതീക്ഷയില്ല. ഓലപ്പുരയിൽ ഒരാൾ കൂടി കൂടിയത് മാത്രമായി ആ നിക്കാഹ് കൊണ്ടുള്ള ഗുണം. ചില അറബികൾ പിന്നീട് എപ്പോഴെങ്കിലും വരും. ചിലപ്പോൾ കൂടെ കൊണ്ടുപോകും, അല്ലെങ്കിൽ ജീവിക്കാനുള്ള പണം അയച്ചു തരും. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് പെണ്ണെ. അറബി നാട്ടിൽ അറബിയുടെ പെണ്ണായി ജീവിക്കാനും വേണം ഭാഗ്യം. എന്നെപ്പോലെയുള്ളവരാണ് അധികവും. കല്യാണം കഴിഞ്ഞ് വിധവയായി ജീവിക്കേണ്ടി വന്ന ജീവിതം. സഫിയ പല പണികളും എടുത്ത് മകളെ വളർത്തി. മടുത്തുപോയ ജീവിതത്തിലെ നിറങ്ങൾ തിരികെ കൊടുത്തത് മകളാണ്. കഷ്ടപ്പാടുകൾക്കിടയിൽ അറബിയുടെ മകൾ എന്ന പേര് മാത്രമായി. അവൾ വളർന്നു. അലി ബോംബെ വഴി എങ്ങനെയൊക്കെ ആശിച്ച പോലെ അറബി നാട്ടിലെത്തി. അനിയത്തിമാരുടെ നിക്കാഹ് കഴിഞ്ഞു. ഒരുപക്ഷെ അറബി നാട്ടിൽ ജോലി ചെയ്യുന്ന അലിയുടെ കണ്ണുകൾ തിരയുന്നുണ്ടാവും സഫിയയുടെ അറബിയെ. ഓലവീട് പൊളിച്ച് അലി മഴവെള്ളം വീഴാത്ത വേറെയൊരു വീടുണ്ടാക്കിയപ്പോൾ മക്കളെ ഒപ്പം ജീവിക്കാൻ ഉമ്മാക്ക് ആയുസ് പടച്ചും കൊടുത്തില്ല. നിറയെ മാറ്റങ്ങളുമായി കാലം മുന്നോട്ട് പോയി. സഫിയയുടെ മോൾ വലുതായി. അവളെയും കെട്ടിച്ചു. സഫിയയുടെ മോളുടെ മോളാണ് പാത്തു. പാത്തുവിനാണ് സംശയം. പാത്തുവിന്റെ ഉമ്മാക്ക് എങ്ങനെ കിട്ടി ഇത്രയും ഭംഗിയെന്ന്? പാത്തുവിനറിയില്ലെങ്കിലും പാത്തുവിന്റെ ഉമ്മാക്കറിയാം. കാത്തിരിക്കാൻ പോലും പ്രതീക്ഷയില്ലാത്ത 2 ആഴ്ച മാത്രം ജീവിച്ച ഒരു അറബി കല്യാണത്തിന്റെ ജീവിതം. ഒരു അറബി കല്യാണത്തിൽ ജീവിതം നഷ്ടമായ അവളുടെ ഉമ്മയുടെ മനസ്സ്. ഒരു കാര്യം ഉറപ്പാണ്, സഫിയയെപ്പോലെ ദാരിദ്ര്യത്തിൽ നിന്നും രക്ഷപ്പെടാൻ അറബി കല്യാണത്തിന് സമ്മതിക്കേണ്ടി വന്ന ഒരുപാട് പെൺകുട്ടികളുടെ കണ്ണീരിന്റെ, ക്ഷമയുടെ കഥയുണ്ടാകും ദൈവത്തിന്റെ സ്വന്തം നാട്ടിലെ മണ്ണിന് പറയാൻ. അറബി കല്യാണങ്ങൾ കഥകളായി. രക്ഷപ്പെട്ടവരുടെ കഥകൾ പലരും പറഞ്ഞു നടന്നപ്പോൾ അറബി കല്യാണം കൊണ്ട് ഒന്നും നേടാൻ കഴിയാത്ത സഫിയയെപ്പോലെയുള്ള കുറെ പെണ്ണുങ്ങൾ ജീവിതം വെറുതെ ജീവിച്ചു തീർത്തു. പള്ളിക്കാട്ടിൽ ഉറങ്ങി. പാത്തു, നിന്റെ ഉമ്മച്ചിനെ കാണാൻ എന്ത് ഭംഗിയാ. അതെ, എന്റെ വാപ്പ ഒരു പാവം കൂലിപ്പണിക്കാരനാണ്. പക്ഷേ എന്റെ ഉമ്മാടെ വാപ്പ ഒരു അറബിയാ. ഒരുപാട് സ്വത്തുള്ള അറബി. അതാ ഉമ്മാക്ക് മാത്രം ഈ ഭംഗി. ചിലർ പെട്ടുപോയതാവാം, ചിലർ പറഞ്ഞു പറ്റിച്ചതായിരിക്കും. എങ്കിലും ദാരിദ്ര്യമല്ലേ എല്ലാത്തിനും കാരണം.